ഇത് മന്ത്രി എം.ബി. രാജേഷും OSS കമ്പനിയും എല്ലാം തുടക്കം മുതൽ തന്നെ ജനങ്ങളെയും അതുപോലെ തന്നെ സർക്കാർ വകുപ്പുകളെയും എല്ലാം തെറ്റിദ്ധരിപ്പിച്ചിട്ടുകൊണ്ടാണ് ഇതിന്റെ അനുമതികൾ നേടിയെടുക്കുന്നത്. OSS കമ്പനി ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, വാട്ടർ അതോറിറ്റിയുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത്, ഒരു ഓയിൽ കമ്പനിയുടെ ടെൻഡറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു NOC നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇതിന് വാട്ടർ അതോറിറ്റിയെ സമീപിക്കുന്നത്. അപ്പോൾ അവരോട് അവിടെ വരാൻ പോകുന്ന മദ്യ നിർമ്മാണ ഫാക്ടറിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല, അതിനാവശ്യമായിട്ടുള്ള വെള്ളത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. കിൻഫ്രയിലേക്ക് വരുന്ന കഞ്ചിക്കോട് സ്ഥാപിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കിൻഫ്രയിൽ വരുന്ന കിൻഫ്രയ്ക്ക് സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിൽ ഒരു പാർട്ട് ഈ കമ്പനിക്കായിട്ട് അനുവദിക്കാമെന്നാണ് വാട്ടർ അതോറിറ്റി അന്ന് ഉറപ്പ് കൊടുത്തിട്ടുള്ളത്. അതിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ എത്തനോൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റിലടക്കം പങ്കെടുത്തത് വാട്ടർ അതോറിറ്റിയുടെ ഈ ലെറ്റർ വാങ്ങിയിട്ടാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ കളിപ്പിച്ചിരിക്കുകയാണ്, പാലക്കാട്ടിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. ഇതിനെല്ലാം സംസ്ഥാന സർക്കാരും എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം.ബി. രാജേഷും കൂട്ടാം. ശ്രീ എം.ബി. രാജേഷ് ഈ കമ്പനിയെ വെള്ളപൂശുക. എം.ബി. രാജേഷ് പറയുന്നത് ഇതുപോലെ മാന്യമായിട്ടുള്ള ഇത്രയും നല്ലൊരു കമ്പനി ഈ രാജ്യത്തൊന്നും ഇല്ല, ഏറ്റവും നല്ല ഒരു കമ്പനിയായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇവരുടെ തുടക്കം മുതൽ ഇവരുടെ ചരിത്രം പരിശോധിച്ചാൽ ഡൽഹിയിലെ മദ്യ അഴിമതിയിൽ ഇവര് പ്രതികളാണ്, ഇതിന്റെ ഡയറക്ടർമാർ പ്രതികളാണ്. അതുപോലെ തന്നെ പഞ്ചാബിലെ ഗവൺമെന്റ് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയാണ്. ഇപ്പോ കേരളത്തിൽ തുടക്കം മുതൽ സർക്കാർ വകുപ്പുകളെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇവർ ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ്, നുണ പറഞ്ഞുകൊണ്ടാണ് വാട്ടർ അതോറിറ്റിയിൽ നിന്ന് NOC വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു കമ്പനി കേരളത്തിൽ നാളെ പ്രവർത്തിക്കാൻ ആരംഭിച്ചാൽ എലപ്പുള്ളിയിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലും ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് സർക്കാർ വകുപ്പുകളെ അടക്കം കബളിപ്പിച്ചുകൊണ്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുക. ഒരു കാരണവശാലും ഈ കമ്പനി ഇവിടെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, ഈ മദ്യനിർമ്മാണശാല ഇവിടെ ആരംഭിക്കാൻ സമ്മതിക്കില്ല. വാട്ടർ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർ പാലക്കാടത്തെ നേരിടുന്ന ജലക്ഷാമത്തെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇവിടെ കുടിവെള്ളം ആവശ്യത്തിന് നൽകാൻ കഴിയില്ല എന്ന് അവർ സമ്മതിച്ചു കഴിഞ്ഞ കാര്യമാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ മലമ്പുഴയിൽ നിന്നുള്ള വെള്ളം നൽകരുതെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായിട്ട് വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ രൂക്ഷമായിട്ടുള്ള സമരത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. അല്ല, ഒരു ദിവസം 25 മുതൽ 30 ലക്ഷം ലിറ്റർ വരെ വെള്ളം വേണം. എത്ര വലിയ, എനിക്ക് തോന്നുന്നു എം.വി. ഗോവിന്ദന് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവുമില്ല. CPM-ന്റെ ഒരു സംസ്ഥാന സെക്രട്ടറി ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയരുത്. കേരളം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ, എത്ര വെള്ളം സംഭരിക്കാൻ പറ്റും? ഈ 24 ഏക്കറിലും മടവെള്ള സംഭരണി ഉണ്ടാക്കിയാൽ തന്നെ ഒരു വർഷം ഈ കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളത്തിന്റെ അളവ് എത്രയാ? ഒരു ദിവസം 25 മുതൽ 30 ലക്ഷം ലിറ്റർ വരെയാണ്. ഇപ്പോൾ ഒരു വർഷം കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ആവശ്യമുള്ള അത്രയും വെള്ളം സംഭരിക്കാൻ കഴിയുന്ന ഒരു മഴവെള്ള സംഭരണി അവിടെ സംഭരിക്കാൻ സാധിക്കുമോ? ഈ 24 ഏക്കർ സ്ഥലത്ത് പെയ്യുന്ന മഴയുടെ അളവ് എത്രയാ? ഇതൊക്കെ പഠിച്ചിട്ട് വേണ്ടേ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയാൻ? പാർക്കില് ഉപയോഗിച്ച വെള്ളം വീണ്ടും റീസൈക്ലിംഗ് ആണ്. ഈ മദ്യ കമ്പനിയിൽ ഒരു ദിവസം 25-30 ലക്ഷം ലിറ്റർ വെള്ളത്തിൽ 10 ലക്ഷം മുതൽ 15 ലക്ഷം ലിറ്റർ വരെ വെള്ളം മദ്യമായിട്ടും സ്പിരിറ്റായിട്ടും അതുപോലെ തന്നെ എത്തനോളായിട്ടും നിർമ്മിച്ച് പുറത്തു പോയാൽ ബാക്കി ഉണ്ടാവുക 15 ലക്ഷം ലിറ്റർ. വീണ്ടും ആ 15 ലക്ഷം ലിറ്റർ അടുത്ത ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം പുറമേ നിന്ന് ശേഖരിക്കണം. അപ്പോൾ മഴ കുറവായിട്ടുള്ള പ്രദേശമാണ് എലപ്പുള്ളിയും ചിറ്റൂർ ബ്ലോക്ക്. മഴ കുറവായിട്ടുള്ള മഴനിഴൽ പ്രദേശമാണ്, അവിടെ മഴ കുറവാണ്. അപ്പോൾ അവിടെ ഒരു മഴവെള്ള സംഭരണി, ഇത്രയും വലിയ മഴവെള്ള സംഭരണി അവിടെ ഉണ്ടാക്കാൻ സാധ്യമല്ല. മഴവെള്ള സംഭരണി മാത്രം പോരാ, ഇതിന്റെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കണം. അപ്പോൾ അവിടെ 24 ഏക്കറിലും മഴവെള്ള സംഭരണിയും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അവിടെ മദ്യം നിർമ്മിക്കാനുള്ള പ്ലാന്റ് ഉണ്ടാക്കാനുള്ള സ്ഥലവും ഇല്ല. അപ്പോൾ യാതൊരുവിധ ശാസ്ത്രീയമായിട്ടുള്ള പഠനമില്ലാതെ യാതൊരുവിധ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് മന്ത്രിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ കമ്പനിയെ ന്യായീകരിക്കുന്നത്. കമ്പനിയിൽ നിന്ന് വാങ്ങിയ പൈസ അതിന് ന്യായീകരണം കണ്ടെത്തിയേ പറ്റൂ, കമ്പനിയെ വെള്ളപൂശിയേ പറ്റൂ. CPM ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. അവരുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയ സഹായം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ കൈപ്പറ്റിയ സഹായം, വലിയ സഹായം ഇന്ന് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ കമ്പനിയെ എങ്ങനെയെങ്കിലും വെള്ളപൂശി കമ്പനി ഒരു ദിവസമെങ്കിലും ഇവിടെ പ്രവർത്തിച്ചാൽ മാത്രമേ കൈപ്പറ്റിയത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ കഴിയൂ. അതിന്റെ ന്യായീകരണമാണ്.